ഇന്ന് ഞാനൊരു കഥ പറയാം. ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലൊരു തീരുമാനമെടുക്കണം. എന്തൊക്കെയായാലും ഒരാളുടെ ഒരു പുഞ്ചിരിയെങ്കിലും നമ്മുടെ ഒരു ദിവസത്തിന് സന്തോഷം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് അവർ എന്നോട് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തുകൊണ്ട് ഞാൻ അവരോട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും എന്ന്. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ദാനശീലനായിരുന്നു. കൂടാതെ തൻ്റെ പ്രജകൾ ഒരിക്കലും പട്ടിണി കിടക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാജകൊട്ടാരത്തിന്റെ ഉമ്മറത്ത് അദ്ദേഹം എല്ലാ ദിവസവും അന്നദാനം നടത്തിയിരുന്നു. അങ്ങനെ അവിടുത്തെ ജനങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഉച്ചഭക്ഷണം വിളമ്പാൻ സമയമായതിൻ്റെ ഇടയിൽ ഒരു പരുന്ത് ആകാശത്തു കൂടി ഒരു പാമ്പിനെയും പിടിച്ചുകൊണ്ടിങ്ങനെ പറന്നു പോവുകയാണ്. പെട്ടെന്ന് പാമ്പിന്റെ പിടുത്തം വിട്ടു. പാമ്പ് പിടുത്തം വിട്ട് നേരെ ഭക്ഷണത്തിൽ വന്ന് വീണു. പിന്നെ പരുന്തിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, തിരിച്ചു വന്ന് എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പൊ ഉഗ്രവിഷമുള്ള പാമ്പായിരുന്നു. പാമ്പ് ഭക്ഷണത്തിൽ വീണതറിയാതെ കൊട്ടാരൻ ജോലിക്കാര് ഈ ഭക്ഷണം നാട്ടുകാർക്ക് വിളമ്പി. ജനങ്ങള് ഇത് കഴിച്ച ഉടനെ തന്നെ മരിച്ചു വീഴാൻ തുടങ്ങി. രാജാവിന് ഭയങ്കര വിഷമമായി. താൻ മനസ്സറിയാതെ ആണെങ്കിലും ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമായല്ലോ എന്നോർത്ത് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ നാട്ടിലേക്ക് കുറച്ച് ബ്രാഹ്മണര് അയൽ രാജ്യത്ത് നിന്ന് വരികയാണ്. അപ്പോ ഇവരിങ്ങനെ രാജ്യ അതിർത്തി കടന്ന് വരുമ്പോ ഇവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ ആൽത്തറയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന ആളുകൾ ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ രാജാവ് അന്നദാനം നടത്തുന്നത്? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, അടുത്ത രാജ്യത്തു നിന്ന് വരികയാണെന്ന്. അപ്പോ അന്ന് വരെ രാജാവിന്റെ ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഈ രാജ്യത്തിലെ ജനങ്ങൾ പറയാണ്, എന്തിനാണ് നിങ്ങൾ മരിക്കാൻ വേണ്ടി അന്യദേശത്ത് നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്? ശ്രദ്ധയില്ലാതെ ഭക്ഷണം കൊടുത്ത് ഒരുപാട് ആളുകളെ കൊന്ന വ്യക്തിയാണ് ഈ നാട്ടിലെ രാജാവെന്ന്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവർക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു പിഴവ്, അത് അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കും, അതായത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഉണ്ടായത്. അതിനെ ചൊല്ലി നമ്മൾ പിന്നെ അവരെ ഹരാസ് ചെയ്യാൻ തുടങ്ങും, വെറുക്കാൻ തുടങ്ങും, ഒരു പ്രതിപ്പട്ടികയിൽ നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ദയവ് ചെയ്ത് നമുക്ക് ഇനി ജീവിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും അത്തരം ചിന്തകളെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കൊരു പുഞ്ചിരിയെങ്കിലും സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഓർക്കാൻ സാധിക്കണം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.